भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം. നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം. സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലി. ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാല ചൂടാമണി. ഭഗവാന്റെ ദിവ്യമായ കാരുണ്യാതിരേകം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷര പൂജ ഇന്ന് 672 ദിവസത്തിൽ എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ആദ്യത്തെ 6 ശ്ലോകങ്ങൾ കഴിഞ്ഞ് ആ 72 അധ്യായത്തിലെ 7 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കാൻ തുടങ്ങുന്നത്. ഭഗവാന്റെ മുമ്പിൽ രാജസൂയ യാഗം നടത്താനുള്ള തൻ്റെ ആഗ്രഹത്തെയും ആ ആഗ്രഹത്തിന് ഭഗവാൻ അനുഗ്രഹം നൽകണം എന്ന അപേക്ഷയും ധർമ്മപുത്ര മഹാരാജാവ് സഭയിൽ വെച്ച് അവതരിപ്പിച്ചു. ഇതിന് ഭഗവാൻ നൽകുന്ന മറുപടി അതാണ് 5 ശ്ലോകങ്ങളിലൂടെ നമ്മൾ ആദ്യം കേൾക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, സമ്യക് വ്യവസിതം രാജൻ ഭവതാ ശത്രുകർശന കല്യാണി ഏനതേ കീർത്തിർ ലോകാനനുഭവിഷ്യതി. ഇവിടെ പറയുകയാണ്, ഹേ ശത്രുകർശന, ശത്രുക്കളെ നശിപ്പിക്കുന്ന രാജാവേ, ഭവതാ സമ്യക് വ്യവസിതം, അങ്ങയിൽ വേണ്ടതുപോലെ ഉത്സാഹിക്കുന്നു എന്നുള്ളത് യാതൊന്നിനാൽ കല്യാണി ശോഭനയായ തേ കീർത്തി, അങ്ങയുടെ കീർത്തി ലോകാൻ അനുഭവിഷ്യതി, ലോകം അനുഭവിക്കും. ശത്രുക്കളെ നശിപ്പിക്കാൻ സമർത്ഥനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങയുടെ ഈ പരിശ്രമം ഏറ്റവും നല്ലതാണ്. ഇതുകൊണ്ട് അങ്ങയുടെ കീർത്തി ലോകം മുഴുവൻ പരക്കും. രാജസൂയം നടത്തണമെങ്കിൽ ദിഗ്വിജയം നടത്തണം, അങ്ങനെ വേണമെങ്കിൽ ശത്രുക്കളെ ജയിക്കണം. ആ ശക്തി അങ്ങക്ക് ഉണ്ട്. അത് ഭക്തനിൽ പ്രവേശിപ്പിച്ചിരിക്കണു ഭഗവാൻ എന്നാണ്. ഭഗവാൻ ആ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ ചക്രവർത്തി പദത്തെ അംഗീകരിച്ചു എന്ന് വരികിൽ പിന്നെ ആരാണ് അതിന് ആ അംഗീകാരം കൊടുക്കാതിരിക്കുക? ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ മുമ്പിൽ ഒരു സാമന്തരാജനെ പോലെ നിൽക്കുന്നു. എന്നിട്ട് പറയുകയാണ്,
ഋഷീണാം പിതൃദേവാനാം സുഹൃദാമപി ന പ്രഭോ സർവേഷാമപി ഭൂതാനാമീപ്സിത ക്രതുരാടയം. പറയുന്നു അവിടെ, ഹേ പ്രഭോ, ഭഗവാൻ അങ്ങോട്ട് വിളിക്കുകയാണ്, പ്രഭോ അയം ക്രതുരാട്, ഈ മഹായാഗം ഋഷീണാം പിതൃദേവാനാം സുഹൃദാം ന അപി, ഋഷികൾക്കും പിതൃദേവന്മാർക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങൾക്കും സർവേഷാം ഭൂതാനാം, ഞങ്ങൾക്ക് മാത്രമല്ല സകല ഭൂതജാലങ്ങൾക്കും ഈപ്സിത, ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തീരും. ഈ മഹായാഗം കൊണ്ട് ഋഷികൾ സന്തോഷിക്കും, പിതൃദേവന്മാർ സന്തോഷിക്കും, സുഹൃത്തുക്കളും ഞങ്ങളും എന്ന് വേണ്ട സകല ആളുകൾക്കും ഇത് ഇഷ്ടമായിട്ട് തീരും. ആ പ്രഭുത്വം അങ്ങയ്ക്കുണ്ടാവട്ടെ എന്ന് ഭഗവാന്റെ ആ പ്രഭോ എന്നൊരൊറ്റ വിളിയിലൂടെ അത് വേണ്ടതുപോലെ അനുഗ്രഹമായി മാറി എന്നാണ്. വിജിത്യ നൃപതീൻ സർവാൻ കൃത്വാ ച ജഗതിം വശേ സംഭൃത്യ സർവസംഭാരാനാഹരസ്വ മഹാക്രതും. സർവാൻ നൃപതീൻ, സകല രാജാക്കന്മാരെയും വിജിത്യ, വിജയിച്ചിട്ട്, ജഗതിം വശേ കൃത്വ, ഈ ഭൂമിയെ തൻ്റെ വശത്തിലാക്കി സ്വാധീനമാക്കി, സർവസംഭാരാൻ, സകല സാധനങ്ങളെയും ദ്രവ്യങ്ങളെയും സംഭൃത്യ, സംഭരിച്ചിട്ട്, മഹാക്രതും ആഹരസ്വ, ആ മഹായാഗത്തെ രാജസൂയത്തെ അനുഷ്ഠിച്ചോളൂ. ഈ യാഗം സാധിക്കാൻ എൻ്റെ സഹായം ആവശ്യമില്ല, അങ്ങക്ക് ഇതിനുള്ള ശക്തിയുണ്ട്. ഇപ്പോ ആ ശക്തി അങ്ങക്ക് സ്വാധീനമാണ്. ഭരണാധികാരികളായിരിക്കുന്ന സകല രാജാക്കന്മാരെയും ജയിക്കുക, ഭൂമിയെ പൂർണ്ണമായും ജയിച്ച് സാർവഭൗമത്വം എന്ന നിലയിലേക്ക് എത്തുക, എല്ലാ സാധനങ്ങളും ശേഖരിക്കുക, ഇതൊക്കെ നടത്തി വേണ്ടതുപോലെ ഈ ശ്രേഷ്ഠമായിട്ടുള്ള യാഗത്തെ അനുഷ്ഠിച്ചോളൂ. അതിനുള്ള സഹായവും ശക്തിയും അങ്ങക്കുണ്ട്. ഏതോ തേ ഭ്രാതരോ രാജൻ ലോകപാലാംശ സംഭവ ജിതോസ്മ്യൽമവതാതേഹം ദുർജയോ കൃതാത്മഭി. രാജാവേ, തേ ഏതോ ഭ്രാതരഃ, അങ്ങയുടെ ഈ സഹോദരന്മാര് ലോകപാലാംശ സംഭവ, ലോകപാലന്മാരുടെ അംശങ്ങളിൽ നിന്നുണ്ടായവരാണ്. ആത്മവതാ തേ, ജിതേന്ദ്രിയനായ അങ്ങയാൽ അഹം ജിതഃ അസ്മി, ഞാൻ ജയിക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നു. യാതൊരുവൻ അകൃതാത്മഭി ദുർജയ, അജിതേന്ദ്രിയന്മാരാൽ ജയിക്കാൻ കഴിയാത്തവര്. അനേക രാജാക്കന്മാരെ ജയിക്കാൻ അങ്ങനെ സാധിക്കുമെന്നാണെങ്കിൽ ഇന്ദ്രപുത്രനായിരിക്കുന്ന അർജുനനും വായുപുത്രനായിരിക്കുന്ന ഭീമസേനനും ഇവരൊക്കെ തന്നെ ലോകപാലന്മാരുടെ അംശത്തിൽ നിന്നുണ്ടായവരാണ്, അല്ലേ? സകല ദിക്കുകളും ജയിക്കാൻ അവർക്ക് സാധിക്കും. അജിതേന്ദ്രിയന്മാരാൽ ജയിക്കപ്പെടാൻ കഴിയാത്ത എന്നെ കൂടി ജിതേന്ദ്രിയനായ അങ്ങ് ജയിച്ചു. അപ്പോ ഇനി അങ്ങക്ക് ആരെയാണ് ജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക? എന്നെ ജയിച്ച ആളുകൾക്ക് ലോകത്തിൽ എന്തിനേയും ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഇന്ദ്രിയജയമുള്ള ആളുകൾക്ക് ഭഗവത് പ്രസാദം നേടാൻ സാധിക്കും. ഭഗവത് പ്രസാദം നേടിയാലോ സകലതിനെയും ജയിക്കാം. അപ്പൊ ജിതേന്ദ്രിയന്മാർക്ക് ജയിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ജിതേന്ദ്രിയൻ ഭഗവാനെ ജയിക്കണു, അതുകൊണ്ട് തന്നെ അവർക്ക് ലോകത്തെ ജയിക്കാൻ സാധിക്കുന്നു. ന കശ്ചിന്മത്പരം ലോകേ തേജസാ യശസാ ശ്രിയാ വിഭൂതിഭിർവാഭിഭവേൽ ദേവോപി കിമു പാർത്ഥിവ. മൽപരം, എന്നെ ആശ്രയിച്ചിരിക്കുന്നവരെ ലോകത്തിൽ കശ്ചിൽ തേജസ, ഒരാള് പ്രഭാവം കൊണ്ടോ കീർത്തി കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ സൈന്യാദി സാമഗ്രികൾ കൊണ്ടോ, തേജസ യശസ ശ്രിയ വിഭൂതിഭി, ദേവ അപി, ദേവനു കൂടി ന അഭിഭവേൽ, ജയിക്കാൻ സാധിക്കില്ല രാജാവ് എന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങയെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇനി എന്നെ ആശ്രയിച്ചിരിക്കുന്ന ആളുകൾ മറ്റ് യാതൊന്നും, ധനം, ബന്ധുക്കൾ, വിദ്യ, ഇതൊന്നും ഇല്ലാത്തവനാണെങ്കിലും ഈ ലോകത്തിൽ ജയിക്കാൻ സാധിക്കും. കീർത്തി കൊണ്ടോ പ്രഭാവം കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ സൈന്യങ്ങളെ കൊണ്ടോ ഒരാൾക്കും, ദേവനായാൽ പോലും എൻ്റെ ഭക്തനെ ജയിക്കാൻ സാധിക്കില്ല.
അപ്പൊ സാമാന്യനായൊരു രാജാവിന് അവനെ അപമാനിക്കാൻ കഴിയില്ല എന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നാണ്. എന്നെ ആശ്രയിച്ചിരിക്കുന്ന അങ്ങയെ ഒരു രാജാവിനും തിരസ്കരിക്കാൻ തോന്നില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ചക്രവർത്തി പദത്തെ അവർ മുഴുവൻ അംഗീകരിക്കും. രാജസൂയത്തിനായിട്ടുള്ള ശ്രമം ആരംഭിച്ചോളൂ. ഇത് കേട്ടിട്ട് ധർമ്മപുത്രൻ എന്താ ചെയ്തത്? ശിശുബ്രഹ്മർഷി പറയാണ്, നിശമ്യ ഭഗവദ്ഗീതം പ്രീത ഭുല്ലമുഖാംബുജ ഭ്രാതൃൻ ദിഗ്വിജയുക്ത വിഷ്ണു തേജോപബൃംഹിതാൻ. ഭഗവദ്ഗീതം നിശമ്യ, ഭഗവാന്റെ ആ നല്ല വാക്കുകളെ, ഭഗവദ്ഗീതയെ വേണ്ടതുപോലെ കേട്ടിട്ട്, പ്രീതഃ ഭുല്ലമുഖാംബുജ, വളരെ സന്തോഷത്തോടുകൂടി വികസിച്ച മുഖാംബുജം, സന്തോഷം വരുമ്പോ മുഖം താമര പോലെ വിടരണു എന്നാണ്. അങ്ങനെ വിഷ്ണു തേജോപബൃംഹിതാൻ, വിഷ്ണുവിന്റെ തേജസ് കൊണ്ട് വർദ്ധിച്ച ശക്തിയോടുകൂടിയ ഭ്രാതൃൻ, സഹോദരന്മാരെ ദിഗ്വിജയെ അയുക്ത, ദിഗ്വിജയത്തിനായി നിയോഗിച്ചു എന്നാണ്. ധർമ്മപുത്ര മഹാരാജാവിന് വലിയ സന്തോഷമായി ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ. അങ്ങനെ ആ കർണരസായനമായിരിക്കുന്ന കണ്ണന്റെ വാക്കുകൾ കേട്ട് തൻ്റെ സഹോദരന്മാർ, കർണാരിയായിരിക്കുന്ന അർജുനനെയും ഭീമസേനനെയും നകുലനെയും സഹദേവനെയും ഒക്കെ പലയിടത്തേക്കായി ദിഗ്വിജയത്തിനായിട്ട് പറഞ്ഞയക്കുകയാണ്. ആരെയൊക്കെ എവിടേക്ക് പറഞ്ഞയച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ശ്രീ ശുബ്രഹ്മർഷി പറയണത്. സഹദേവം ദക്ഷിണസ്യാമാദിശൽ സഹസൃഞ്ജയൈ ദിശി പ്രതീച്യാം നകുലമുദീച്യാം സവ്യസാചിനം പ്രാച്യാം വൃകോദരം മത്സ്യൈ കേകയൈ സഹമദ്രകൈ. തെക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും കിഴക്കും പടിഞ്ഞാറും ഭാഗത്തേക്ക് 4 സഹോദരന്മാരെ അയച്ചു. ദക്ഷിണസ്യാം ദിശി, തെക്കേ ദിക്കിലേക്ക് സൃഞ്ജയൈ സഹസൃഞ്ജയൈ, സൃഞ്ജയന്മാരോടുകൂടി സഹദേവനെ പറഞ്ഞയച്ചു. അതേപോലെ പ്രതീച്യാം, പടിഞ്ഞാറ് ഭാഗത്തേക്കോ മത്സ്യൈ സഹ നകുലം, മത്സ്യന്മാരോടുകൂടി നകുലനെ. ഉദീച്യാം കേകയൈ സഹ സവ്യസാചിനം, വടക്കുഭാഗത്തേക്ക് കേകയന്മാരോടുകൂടി സവ്യസാചിയായിരിക്കുന്ന, ഇരുകൈകളെ കൊണ്ടും ആ ശരം തൊടുക്കാൻ സാധിക്കുന്ന അർജുനനെ. പ്രാച്യാം മദ്രകൈ സഹ, കിഴക്ക് ദിക്കിലേക്ക് മദ്രകന്മാരോടുകൂടി വൃകോദരം, ഭീമസേനനെയും ആദിശൽ അയച്ചു. എന്താ വൃകോദരൻ എന്ന് പറഞ്ഞാൽ? ചെന്നായിയെ പോലെ വയറുള്ള ആള്. നമ്മൾ വൃകോദരൻ എന്ന് കേൾക്കുമ്പോൾ സാധാരണ എന്താ, വലിയ വയറുള്ള ആള് എന്നാണ്. അങ്ങനെയല്ല, നല്ല പോലെ ഒതുങ്ങിയ വയറോടുകൂടിയ, വിരിഞ്ഞ മാറോടുകൂടിയ ആള്. ഇവിടെ വൃകോദരൻ എന്ന് ഭീമസേനന് പേര്. അങ്ങനെ 4 ദിക്കിലേക്കും 4 പേരെ അയച്ചു. തെക്കിലേക്ക്, തെക്കു ഭാഗത്തേക്ക് സഹദേവൻ, പടിഞ്ഞാറു ഭാഗത്തേക്ക് നകുലൻ, വടക്കു ഭാഗത്തേക്ക് അർജുനൻ, കിഴക്കു ഭാഗത്തേക്ക് ഭീമൻ. അവർ പോയിട്ടോ, തേ വിജിത്യ നൃപാൻ വീര ആജഹൃദിഭ്യ ഓജസ അജാതശത്രവേ ഭൂരി ദ്രാവിണം നൃപ യക്ഷ്യത്തെ. ഇവിടെ ശൂരന്മാരായ അവർ ഓജസ നൃപാൻ വിജിത്യ, തങ്ങളുടെ ബലം കൊണ്ട്, ഓജസ് കൊണ്ട് രാജാക്കന്മാരെ വിജയിച്ചിട്ട് പരീക്ഷിത്തെ യക്ഷ്യത്തെ അജാതശത്രവേ. ഇവിടെ ആ യുധിഷ്ഠിരനായിക്കൊണ്ട് പല ദിക്കുകളിൽ നിന്നും നിരവധിയായിരിക്കുന്ന ധനത്തെ ആജഹ്രു കൊണ്ടുവന്നു. ശൂരന്മാര് അവരുടെ ശക്തി കൊണ്ട് രാജാക്കന്മാരെ ജയിക്കുകയും യുധിഷ്ഠിരനോട് എതിർക്കാൻ ഒരാളുമില്ലാത്തത് കൊണ്ടാണ് അജാതശത്രു എന്ന് അദ്ദേഹത്തിന് പേര്. അത് കൃത്യമായി ഇപ്പോൾ. അങ്ങനെ 4 ദിക്കുകളിൽ നിന്നും അനവധി ധനം യാഗത്തിനായി കൊണ്ടുവന്ന് ധർമ്മപുത്രരെ ഏൽപ്പിച്ചു. പക്ഷേ ജരാസന്ധൻ ഈ ചക്രവർത്തി പദത്തെ അംഗീകരിച്ചില്ല. ശ്രുത്വാജിതം ജരാസന്ധം നൃപതേർധ്യായതോ ഹരി ആഹോപായം തമേവ അദ്യ ഉദ്ധവോ യമുവാചഃ. ജരാസന്ധം അജിതം ശ്രുത്വ, ജരാസന്ധനെ ജയിക്കപ്പെടാത്തവനായിട്ട് കേട്ടിട്ട്, ധ്യായതഃ നൃപത്തെ, ആലോചിക്കുന്ന രാജാവിന്, ആദ്യഹ ഹരി, ആദ്യനായ ഭഗവാൻ ഹരി
യം ഉപായം ഉദ്ധവ ആഹ, ഏതൊരു ഉപായത്തെയാണോ ഉദ്ധവൻ പറഞ്ഞത്, തം ഉപായം ഏവ, ആ ഉപായത്തെ തന്നെ ഉവാച, തിരിച്ച് പറഞ്ഞു. എന്താണോ ഉദ്ധവൻ പറഞ്ഞത് അത് ഭഗവാൻ ഇപ്പത തൻ്റെ ഉത്തമ ഭക്തനായ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ ആ വിഷമം, ഉള്ളിലുള്ള ചിന്തയെ ഇല്ലാതെയാക്കാൻ പാകത്തിന് ഭഗവാൻ പറഞ്ഞു. ജരാസന്ധനെ എങ്ങനെ ജയിക്കണം എന്ന് ആലോചിച്ചിരിക്കുകയാണ് ധർമ്മപുത്ര മഹാരാജാവ്. അപ്പോ ഭഗവാൻ പറഞ്ഞു, ജരാസന്ധ ജയത്തിന് ഉദ്ധവൻ പറഞ്ഞ ഉപായം എന്താ? ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധന്റെ അടുത്തേക്ക് പോവുക എന്നുള്ളതാണ്. അത് ഭഗവാൻ പറയുകയാണ്. മന്ത്രിയുടെ മന്ത്രശക്തി രാജാവിന്റെ ജയത്തിന് ഏറ്റവും വിശേഷമാണ് എന്ന് ഭഗവാൻ തൻ്റെ ലീല കൊണ്ട് ലോകത്തിന് കാണിച്ചു തരുന്നു. ഭീമസേനോർജുന കൃഷ്ണോ ബ്രഹ്മലിംഗധരാസ്ത്രയ ജഗ്മുർഗിരിവ്രജം താത ബൃഹദ്രഥസുതോ യഥാ. താത, ഹേ പുത്രസദൃശനായിരിക്കുന്ന പരീക്ഷിത്തെ, ഭീമസേന അർജുന കൃഷ്ണ, ഭീമസേനൻ, അർജുനൻ, കൃഷ്ണൻ, ത്രയ, 3 പേർ, ബ്രഹ്മലിംഗധര, ബ്രാഹ്മണവേഷം ധരിച്ച്, യഥാ ബൃഹദ്രഥസുതം, എവിടെയാണോ ബൃഹദ്രഥന്റെ പുത്രനായിരിക്കുന്ന ജരാസന്ധൻ ഇരിക്കുന്നത്, ഗിരിവ്രജം, ആ ഗിരിവ്രജത്തെ ജഗ്മു, അവിടേക്ക് എത്തിച്ചേർന്നു. ഭഗവാൻ ഉദ്ധവൻ പറഞ്ഞത് ധർമ്മപുത്രരോട് പറഞ്ഞു. എന്നിട്ട് 3 പേരും വേഗത്തിൽ അവരുടെ വേഷം ഒക്കെ മാറി. ഭഗവാൻ മഞ്ഞപ്പെട്ടാണ് എപ്പോഴും ധരിക്കാറുള്ളത്. ഇപ്പൊ മഞ്ഞപ്പെട്ട് മാറി. ഭക്തന്റെ ആവശ്യത്തിന് വേണ്ടി ഏത് വേഷം കെട്ടാനും മടിയില്ലാത്ത ഭഗവാൻ നല്ല വെളുത്ത ശുഭ്രാംബരം, അത് നല്ല വെളുത്ത വസ്ത്രം ധരിച്ചു, ബ്രാഹ്മണരെ പോലെ. അതേപോലെ ബ്രഹ്മസൂത്രം അണിഞ്ഞു. ആ ശിരസിൽ ചേർത്ത് കെട്ടിയിരുന്ന മുടി കെട്ടഴിച്ച് പീലിത്തുരുമുടി മാറ്റിവെച്ചു. അത് ശിഖയായി കുടുമ പോലെ, ബ്രാഹ്മണരുടെ കുടുമ പോലെ അത് മുകളിലേക്ക് ഉയർത്തി കെട്ടി. എന്നിട്ട് ജരാസന്ധന്റെ താമസസ്ഥലമായ ഗിരിവ്രജം എന്ന ആ രാജധാനിയിലേക്ക് 3 പേരും എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴോ ഭഗവാൻ പ്രത്യേകം ഭീമസേനോടും അർജുനോടും പറഞ്ഞു, കൈകൾ കൂപ്പി മാത്രമേ നിൽക്കാവൂ. കൈകൾ തുറന്നു പിടിച്ചു കഴിഞ്ഞാൽ കയ്യില് ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ, അല്ലേ, ആ കൈകൾ ഇങ്ങനെ തുറന്നു പിടിച്ചാൽ അതൊക്കെ കാണും. അതുകൊണ്ട് തൊഴുത് വിനയഭാവത്തിൽ തലയും താഴ്ത്തി നിൽക്കുക. അപ്പൊ എന്താ, മുഖം പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റില്ല. കയ്യില് ഈ യുദ്ധത്തിന് ആയുധങ്ങൾ പിടിച്ചതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവില്ല. ഭഗവാൻ നിർദ്ദേശം കൊടുത്തു. തേ ഗത്വാദിത്യവേലായാം ഗൃഹേഷു ഗൃഹമേധിനം ബ്രഹ്മണ്യം സമയാചേരൻ രാജന്യ ബ്രഹ്മലിംഗിന. ബ്രഹ്മലിംഗിന രാജന്യ, ബ്രഹ്മവേഷം ധരിച്ചിരിക്കുന്ന ക്ഷത്രിയന്മാരായിട്ടുള്ള അവർ ഗൃഹങ്ങളിൽ ഗൃഹസ്ഥാശ്രമത്തെ ആചരിച്ചിരിക്കുന്ന ബ്രാഹ്മണ ഭക്തനെ ഗത്വ, ബ്രഹ്മണ്യം ഗത്വ, അവിടെ എത്തിയിട്ട് ആതിഥ്യവേലായം, അതിഥികൾക്ക് ദാനം ചെയ്യുന്ന സമയത്ത് വേണ്ടതുപോലെ യാചിച്ചു. അവർ 3 പേരും ഭീമാദികൾ, ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ വേണ്ടതുപോലെ ആചരിക്കുന്ന ജരാസന്ധൻ. അപ്പൊ എന്തു വേണം? ബ്രാഹ്മണർക്കൊക്കെ ദാനം ചെയ്യണം. ഇങ്ങനെയാണ്, ബ്രാഹ്മണ ഭക്തനാണ് ജരാസന്ധൻ. അതിഥികൾക്ക് അഭീഷ്ടദാനം ചെയ്യുക, ഇത് വളരെ വിശേഷമാണ്. അതിന് പറ്റിയ സമയത്താണ് കൃഷ്ണനും ഭീമാർജുനന്മാരും അവിടേക്ക് ചെന്നതും ഉപചാരാദികളൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് യാചിച്ചു, കൈനീട്ടി. രാജൻ വിദ്യതിഥീൻ പ്രാപ്താനർദ്ധിനോ ദൂരമാഗതാൻ തന്ന പ്രയച്ഛ ഭദ്രം തേ യദ്വയം കാമയാമഹേ. രാജാവേ, ദൂരം ആഗതാൻ, വളരെ അകലെ നിന്ന് വന്നിരിക്കുന്ന, അർദ്ധിനഹ, ആഗ്രഹിക്കുന്ന യാചകന്മാരെ പോലെ വന്നിരിക്കുന്ന, അതിഥീൻ, അതിഥികളായിരിക്കുന്ന ഞങ്ങളെ, വിദ്ധി, ഞങ്ങളെ അറിയൂ, ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്, തത്, അതിനെ പ്രേക്ഷ നൽകണേ, തേ ഭദ്രം, അങ്ങക്ക് മംഗളമുണ്ടാവട്ടെ. ഞങ്ങൾ വളരെ അകലെ നിന്ന് വന്നിരിക്കുന്ന അതിഥികളാണ്. ഞങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തരാൻ കനിവുണ്ടാവണേ. അങ്ങനെ ആയാൽ അങ്ങക്ക് എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാവട്ടെ.
കിം ദുർമർഷം തിദിക്ഷൂണാം കിമകാര്യമസാധുഭി കിം നദേയം വദാന്യാനാം കപ്പര സമദർശിനാം തിദിക്ഷൂണാം ദുർമർഷം കിം അസാധുഭി അകാര്യം കിം. സഹനശീലമുള്ള ആളുകൾക്ക് സഹിക്കാൻ സാധിക്കാത്തത് കിം എന്താണ്? ദുഷ്ടന്മാർക്കോ ചെയ്യാൻ പാടില്ലാത്തത് കിം എന്താണ്? വദാന്യാനാം ദാനശീലന്മാർക്ക് നദേയം കിം ദാനം ചെയ്യാൻ പാടില്ലാത്തത് എന്താണുള്ളത്? സമദർശിനാം പരഹ ശത്രുക. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആൾക്ക് ആരാണ് ശത്രു? ഇന്നത് വേണമെന്ന് പറയൂ, അല്ലാതെ എങ്ങനെയാ പ്രതിജ്ഞ ചെയ്യുക എന്നാണെങ്കിൽ, തരാൻ പാടില്ലാത്ത വല്ലതും നിങ്ങൾ യാചിച്ചാൽ എങ്ങനെ തരും എന്നാണെങ്കിൽ ഇവിടെ പറയുകയാണ്, സഹനശീലന്മാർക്ക് എന്തും സഹിക്കാം, ദുഷ്ടന്മാർക്കോ എന്ത് പ്രവൃത്തി ചെയ്യാനും മടിയുണ്ടാവില്ല, ദാനശീലന്മാർക്കോ എന്തു ചോദിച്ചാലും കൊടുക്കാനും മടിയുണ്ടാവില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്ന സമഭാവനയുള്ള ആളുകൾക്ക് ശത്രുമിത്ര ഭേദം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത് വേണമെന്ന നിർദ്ദേശം ആവശ്യമില്ലാത്തതാണല്ലോ. ഞങ്ങളുടെ ആവശ്യം ഇന്നതാണെന്ന് പറയണമെന്നുണ്ടോ എന്നാണ് ഭഗവാന്റെ ആ ചോദ്യം. പിന്നെ യോ നിത്യേന ശരീരേണ സതാം ഗേയം യശോ ധ്രുവം നാചിനോതി സ്വയം കൽപ്പ സവാച്യ ശോച്യ ഏവ സാ. സ്വയം കൽപ്പ, സ്വതയെ തന്നെ സമർത്ഥനായിരിക്കുന്ന ഒരാള് അനിത്യേന ശരീരേണ നശിക്കുന്ന ദേഹം കൊണ്ട് സതാം ഗേയം സജ്ജനങ്ങൾക്ക് കീർത്തിക്കപ്പെടാൻ യോഗ്യമായിരിക്കുന്ന ധ്രുവം ശാശ്വതമായ അചഞ്ചലമായ കീർത്തിയെ ന ആചിനോതി സമ്പാദിക്കുന്നില്ലയോ അവൻ നിന്ദ്യനാണ്. സയേവ ശോച്യ അവൻ തന്നെയാണ് ശോചിക്കപ്പെടേണ്ടവൻ എന്നും പറയുന്നു. അപ്പൊ ദേഹം കൊണ്ട് സുഖമായിരിക്കുന്ന കാലത്ത് സജ്ജനങ്ങൾ കീർത്തിക്കപ്പെടാൻ യോഗ്യനായ ആ ഒരാള്, ആ യശസ് ആരാണോ സമ്പാദിക്കാത്തത് അവരാണ് നിന്ദ്യൻ. സജ്ജനങ്ങൾ അവനെക്കുറിച്ച് അനുശോചിക്കും. ഹരിശ്ചന്ദ്രോ രന്തിദേവ ഉഞ്ചവൃത്തി ശിബിർബലി വ്യാധ കപോതോ ബഹവോ ഹ്യധ്രുവേണ ധ്രുവം ഗത. ബഹവ അധ്രുവേണ ധ്രുവം ഗത. നിരവധി ആളുകൾ അസ്ഥിരം കൊണ്ട് സ്ഥിരമായതിലേക്ക് എത്തിയ ആളുകളാണ്. ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, ഉഞ്ചിവൃത്തി കൊണ്ട് കാലക്ഷേപം ചെയ്ത മുദ്ഗലൻ, ശിബി ചക്രവർത്തി, ബലി മഹാബലി, വ്യാധൻ, കപോതം തുടങ്ങിയ പലരും നശ്വരമായ ദേഹത്തെ അതിഥികൾക്ക് സമർപ്പിച്ച് ശാശ്വതമായ നശിക്കുന്ന ദേഹത്തെ ഉപേക്ഷിച്ച് നശിക്കാത്ത ശാശ്വതമായ ലോകത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ആ കഥകളൊക്കെ അങ്ങ് കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതിന് ജരാസന്ധന്റെ മറുപടിയാണ് നമ്മൾ നാളെ അനുസ്മരിക്കുന്നത്. നാളെ ജരാസന്ധനും ഭീമസേനനും തമ്മിലുള്ള യുദ്ധത്തിന്റെ രംഗങ്ങളും നമുക്ക് കേൾക്കാൻ ഭഗവാൻ അവസരം തരട്ടെ, അതിന് അനുഗ്രഹം തരട്ടെ, അനുവാദം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഈ അക്ഷരപ്പൂക്കളെ പൊന്നുഗുരുവായൂരപ്പന്റെ ഭാഗവത സൂര്യന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തി ബഹുമാനങ്ങളോടുകൂടി സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം
നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി, സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം, കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം, സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം, സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം, ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ
ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.